മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവിനെ പറ്റി അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ആ കാഴ്ചകളൊന്നും മറക്കാത്തവരാണ് നമ്മൾ. അതുപോലെ തന്നെ വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഗുഹകളെപ്പറ്റിയൊക്കെ കേട്ടിട്ടുള്ളവരല്ലേ നിങ്ങൾ? അത്രയും വലുപ്പവും വിസ്തൃതിയും ഒന്നുമില്ലെങ്കിലും അതേപോലത്തെ ചെറിയൊരു ഗുഹയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ VSS ഗാർഡ്സിൻ്റെ മേൽനോട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയാലോ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലുള്ള ടൈഗർ കേവിനെ പറ്റിയിട്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ടാണ് ടൈഗർ കേവ്. ഇത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിരിപാറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടിമാലിയിൽ നിന്ന് കല്ലാർ ജംഗ്ഷൻ എത്തി അവിടെ നിന്ന് മാങ്കുളം വരുന്ന വഴിക്ക് ഇടതുവശത്തായിട്ടാണ് ഈ സ്പോട്ട് ഉള്ളത്. മൂന്നാർ സൈഡിൽ നിന്ന് വരുന്നവർക്ക് ലക്ഷ്മി ടീ എസ്റ്റേറ്റ് വഴി വിരിപാറ എത്തിയും ഈ സ്പോട്ടിൽ എത്താൻ പറ്റും. ഗൂഗിൾ മാപ്പിലും ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. മൂന്നാറിൽ നിന്നും മാങ്കുളത്തേക്ക് എത്തുന്ന സഞ്ചാരികളും ജീപ്പ് സഫാരി വരുന്നവരും എല്ലാം വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തന്നെ പറയാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടൈഗർ കേവിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുക. മുൻപ് പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള VSS ഗാർഡുകളാണ് ഇവിടം സംരക്ഷിക്കുന്നത്. മഴയൊക്കെ തോർന്നു നിൽക്കുന്ന ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ ടൈഗർ കേവ് കാണാൻ പോയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ടൈഗർ കേവിൻ്റെ എൻട്രൻസ് ഒരുക്കിയിരിക്കുന്നത്. ഈറ്റയുടെ ഇല കൊണ്ട് മേഞ്ഞ വട്ടത്തിലുള്ള ചെറിയൊരു റൂമാണ് ടിക്കറ്റ് കൗണ്ടർ. പണ്ടുകാലത്തെ വീടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൂടാതെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഈറ്റയില കൊണ്ട് മേഞ്ഞ ചെറിയ റൂമുകളും ഇവിടെയുണ്ട്. ഇല്ലി കൊണ്ടാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. 50 രൂപ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യമേ തന്നെ കാണുന്നത് പുഴയ്ക്ക് കുറുകെയുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അത് കടന്ന് നമ്മൾ ഈ പുഴയുടെ തീരത്തൂടെ മരങ്ങൾ നിറഞ്ഞ ചെറിയൊരു നടപ്പാതയിലൂടെ നടന്നാണ് ഗുഹയിലെത്തുന്നത്. ഈറ്റയൊക്കെ ചാഞ്ഞു നിൽക്കുന്ന ഉരുണ്ട കല്ലുകളുള്ള ചെറിയൊരു നടപ്പാതയാണ് ടൈഗർ കേവിലേക്കുള്ളത്. പുഴയുടെ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ട് വലിയ മരങ്ങളുടെ വേരുകളുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലായിട്ടൊരു കാട്ടുമരത്തിൻ്റെ വലിയ വള്ളികൾ കാണാം. ആ വള്ളികളിൽ കയറിയിരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ 2 ചാരുബെഞ്ചുകളൊക്കെ ഉള്ള വിശാലമായൊരു സ്ഥലത്ത് നമ്മളെത്തും. അവിടെ ഒരു ഗാർഡുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗുഹയിലേക്ക് കയറാനുള്ള വഴി അദ്ദേഹം കാണിച്ചു തന്നു. 2 വലിയ കല്ലുകളുടെ നടുവിലൂടെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് ഗുഹയിലേക്ക് കയറുന്നത്. ടൈഗർ കേവിൻ്റെ ഈ ഭാഗം ഒരു ഗുഹ എന്നതിലും വലിയ കല്ലുകളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് വേണം പറയാൻ. മഴക്കാലമായതിനാൽ പാറയിൽ അത്യാവശ്യം പായലും വഴുക്കലുമുണ്ട്. അതിനാൽ സഞ്ചാരികൾ വരുമ്പോൾ ഈ കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള ഗുഹയുടെ മുഖത്തെത്തുന്നത്. പാറക്കെട്ടിലൂടെ ഇറങ്ങി വേണം ഇവിടെ എത്താൻ. ഇവിടെയും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഗാർഡുണ്ട്. അദ്ദേഹം നമ്മളെ ഗുഹയിലേക്ക് കയറാനുള്ള വഴി കാണിച്ചു തരും. മഴക്കാലമായതിനാലും പുഴ തൊട്ടടുത്ത് തന്നെ ആയതിനാലുമാവണം ഗുഹയിലേക്ക് കയറുന്ന ഭാഗത്ത് പാറയുടെ ഇടയ്ക്ക് കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളം കാണാൻ സാധിക്കും. ഗുഹയുടെ അകത്തേക്ക് കയറിയപ്പോഴാണ് ശരിക്കും അകത്ത് നല്ല ഇരുട്ടാണെന്ന് മനസ്സിലായത്. മുകളിൽ പാറയുടെ വിടവിലൂടെ ചെറിയ രീതിയിൽ മാത്രം വെളിച്ചം കടന്നു വരുന്നുണ്ട്. അത്യാവശ്യം നിശബ്ദമായ ആ ഗുഹയുടെ അകത്ത് നല്ല തണുപ്പും വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദവും മാത്രം. അവിടെ അങ്ങനെ നിന്നപ്പോഴാണ് കമൽഹാസൻ ഗുണ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നത്. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. പുറത്തിറങ്ങി ഗാർഡുമായി മിണ്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് ടൈഗർ കേവിലെ മറ്റൊരു കൗതുകകരമായ കാര്യം ഗാർഡ് പറഞ്ഞു തന്നത്. നല്ല ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാകണമെന്നത്. ഒരാൾക്ക് കടന്നു പോകാൻ പാകത്തിനുള്ള ചെറിയൊരു ഗുഹ ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ പ്രളയത്തിന് അത് അടഞ്ഞുപോയി എന്നും അറിയാൻ സാധിച്ചു.
ഒന്നുകൂടി അകത്ത് കയറി നോക്കിയപ്പോൾ അത് കാണാനും കഴിഞ്ഞു. ഗുഹയ്ക്കകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് വീഡിയോയിൽ അത് എത്രമാത്രം കാണാൻ സാധിക്കുന്നുണ്ട് എന്നറിയില്ല. കൂടാതെ വേനൽക്കാലത്ത് ഈ ഗുഹ വരെ എത്തുന്നവർക്ക് തിരിച്ചു പോകാൻ ഇവിടെ പാറപ്പുറത്തൂടെയുള്ള വള്ളികളിൽ പിടിച്ചു പോകാമെന്നും ഗാർഡ് പറഞ്ഞു. ഇപ്പോൾ മഴക്കാലത്ത് പായലും വഴുക്കലുമൊക്കെ ഉള്ളതിനാൽ അങ്ങനെ പോകാൻ സാധിക്കില്ല. അങ്ങനെ ഗാർഡിനോട് കുറച്ചു നേരം കൂടെ വർത്തമാനം പറഞ്ഞ ശേഷം മഴ പെയ്യാൻ സാധ്യത ഉള്ളതിനാൽ ഞങ്ങൾ തിരിച്ചു നടന്നു. ടൈഗർ കേവിൽ അങ്ങിങ്ങായി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചുവന്ന റിബൺ വലിച്ചു കെട്ടിയിരിക്കുന്നതാണ്. ഇക്കാര്യം സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. എൻട്രൻസ് എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം അവിടുത്തെ ഈറ്റ കൊണ്ടുണ്ടാക്കിയ വിശ്രമ കേന്ദ്രത്തിൽ കയറിയിരുന്നു. മഴയൊക്കെ ആസ്വദിച്ചു. മഴ ഉടനെ എങ്ങും കുറയില്ല എന്ന് കണ്ടപ്പോൾ മഴ നനഞ്ഞു തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിൽ ഇറങ്ങുന്നതിൻ്റെയും പ്രകൃതിയുടെ ചില വിസ്മയ കാഴ്ചകളുടെയും ഒക്കെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ടൈഗർ കേവ്. കൂടുതൽ കാഴ്ചകൾക്കും യാത്രാനുഭവങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.